രാജേന്ദ്ര, രാജേന്ദ്ര, എഴുന്നേക്കടാ, ഒന്ന് എഴുന്നേക്കടാ. എന്താടാ? അങ്ങോട്ട് പോകണ്ടേ? എങ്ങോട്ട്? ഉണ്ണിയുടെ അടുത്തേക്ക്. അവിടെ ഇപ്പൊ എന്തൊക്കെ ആയിട്ടുണ്ടാവോ? എന്താകാൻ? രണ്ടും കൂടെ വീട്ടിലെ കാര്യങ്ങളും പറഞ്ഞിരുന്ന് നേരം വിളിപ്പിച്ചിട്ടുണ്ടാവും. പോരണം ഇങ്ങോട്ട്. ആകപ്പാടെ ഒന്നേ ഉള്ളൂ. ഒന്ന് മതി. നിന്റെ ഒടുക്കത്തെ ഓസ് ഒന്ന് നിർത്ത്. നമ്മൾ ചെയ്ത് വലിയ മണ്ടത്തരായി പോടാ. എന്താടാ? ഉണ്ണിയെ പിടിച്ചിപ്പോ കെട്ടിക്കണ്ടില്ലായിരുന്നു. ആ പ്രേമം കളിക്കാൻ മതിയായിരുന്നു. മതിയായിരുന്നു. ഇനിയിപ്പോ പുതിയ ഷർട്ട് എടുത്തിടലും സ്മോൾ അടിക്കലും ബൈക്കിൽ ചെത്തി നടക്കലും ഒക്കെ തീർന്നില്ലേ? തീർന്നു. നമുക്ക് പാരം നമ്മൾ തന്നെ. ആ പത്രക്കാരൻ പത്രോസായിരിക്കും. പൈസ നാളെ കൊടുക്കാന്ന് പറയാം. എന്താടേ രാവിലെ എന്നെ വാതിൽ വിളിക്കും? അയ്യോ, അമ്മച്ചിയായിരുന്നോ? ഇന്ന് തീരെ എത്രയായി? എവിടെ എന്റെ വാടക? ശമ്പളം കിട്ടിയില്ല അമ്മച്ചി. എല്ലാം ഒന്നാം തീയതി ശമ്പളം കിട്ടുന്നല്ലേ? പഴയ മാനേജർ ട്രാൻസ്ഫർ ആയി പോയി. പഴയ മാനേജർക്കൊരം പുതിയ മാനേജർ വന്നിട്ടില്ല. പഴയ മാനേജർക്കൊരം പുതിയ മാനേജർ വന്നെങ്കിലല്ലേ പുതിയ മാനേജർക്ക് ശമ്പളം തരാൻ പറ്റുള്ളൂ. ഇപ്പൊ പഴയ മാനേജറില്ല, പുതിയ മാനേജറില്ല. ഇനി പഴയ മാനേജർക്ക് വരാൻ പുതിയ മാനേജർ വന്ന് ചാർജ് എടുത്താലേ ഈ മാസം ശമ്പളം കിട്ടുള്ളൂ. നിർത്തറന്ന്. പഴയ മാനേജർ പണം എടുത്തിട്ട് പോയി. ശമ്പളം ഇല്ല. അമ്മച്ചി ഭയങ്കര തമാശയാണല്ലോ. ഉവ്വടാ, നിങ്ങളൊക്കെ തമാശ പറഞ്ഞ് രസിപ്പിക്കാനല്ലേ ഞാൻ കാലത്തെ കയറി വന്നിരിക്കുന്നത്. എന്നാ അമ്മച്ചി ഇരിക്കും. പോടാ, ഉണ്ണി എവിടെടാ? അവനെ പിടിച്ചാലേ കാശ് കിട്ടുള്ളൂ. നീയൊക്കെ കള്ള കൂട്ടങ്ങളാടാ. ഉണ്ണി നാട്ടില. ലീവ്. ലീവാ? ലീവോ കീവോ എനിക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. എനിക്ക് എന്റെ വാടക കിട്ടും. അത് പിന്നെ അമ്മച്ചി, അത് പിന്നെ വൈകിട്ട് അങ്ങോട്ട് എത്തിക്കാം. വൈകിട്ടോ? വീട്ടിലേക്ക് എത്തിക്കോ? വീട്ടിലേക്ക് എത്തിക്കാതെ വാക്ക് മാറിയ എന്റെ വീതം മാറും. അറിയാലോ നിനക്ക്? ആ പറിച്ചടാ കള്ള ജാതികളെ. ഒന്നിങ്ങോട്ട് വന്നിടം. നീ എന്തൊക്കെയാ പറഞ്ഞത്? അമ്മച്ചിക്ക് വൈകിട്ട് എങ്ങനെ കാശ് കൊടുക്കൂടാ? അത് സാരമില്ല, നീ എങ്ങനെയെങ്കിലും കൊടുത്താൽ മതി. ഞാനാ? എടാ, വീടിന് അഡ്വാൻസ് കൊടുത്തും ഫർണിച്ചർ മേടിച്ചു ഉണ്ണിക്ക് കാശ് കുറെ ചെലവായിരിക്കുക. അവനോട് ഇന്ന് വാടകയുടെ ഷെയർ ചോദിക്കാൻ പറ്റുമോ? ശരി, അപ്പൊ നീ എന്നോടത്തേക്ക്.